ഇന്ത്യൻ മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും പവർഫുള്ളായ സിംഗിൾ ബാറ്ററി ഇൻവെർട്ടറിലൊന്നാണ് എക്കോവോൾട്ട് 1050 എന്ന ഇൻവെർട്ടർ. ഇതിൽ നമുക്ക് NCB സർക്യൂട്ട് ബ്രേക്കർ, അതുപോലെ പവർഫുൾ 60 ആംസിൻ്റെ 3 പിൻ ടോപ്പ്, ഇതൊക്കെ ഇൻക്ലൂഡായി വരുന്നൊരു മോഡലാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാൻ പോകുന്നത് ലൂമിനസിൻ്റെ ഒരു പ്രൊഡക്റ്റ് അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ലൂമിനസിൻ്റെ എക്കോവോൾട്ട് 1550 എന്ന ഒരു സിംഗിൾ ബാറ്ററിയിൽ തന്നെ ഹൈ പവർ, അതായത് 1200 വാട്ട്സോളം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിംഗിൾ ബാറ്ററി ഇൻവെർട്ടറാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏതായാലും വീഡിയോ കാണാം. ലൂമിനസിൻ്റെ 1550 എക്കോവോൾട്ട് പ്ലസ് ഇൻവെർട്ടറാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സിംഗിൾ ബാറ്ററിയിൽ തന്നെ 1400 VA കപ്പാസിറ്റി ഉള്ള ഒരു സ്പെഷ്യൽ ഇൻവെർട്ടറാണ് എക്കോവോൾട്ട് 1550. നമുക്ക് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ സിംഗിൾ ബാറ്ററി തന്നെ ഇത്രയും പവർഫുള്ളായ ഒരു ഇൻവെർട്ടറാണ്. അതായത് 900 വാട്ട്സാണ് നോർമലി സാധാരണ ഇൻവെർട്ടർ, സിംഗിൾ ബാറ്ററി ഇൻവെർട്ടറിൽ ഓടിയാൻ പറ്റുക. ഈ ഒരു ഇൻവെർട്ടർ നമുക്ക് 1400 VA, അതായത് 1200 വാട്ട്സിൽ ഓടിയാൻ പറ്റിയ ഇൻവെർട്ടറാണ് എക്കോവോൾട്ട് 1550. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 11,200 രൂപയാണ് ഈ ഇൻവെർട്ടറിൻ്റെ MRP എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സൈസ് ഉള്ളൊരു ഇൻവെർട്ടറാണിത്. ലൂമിനസിൻ്റെ തന്നെ മറ്റുള്ള മോഡലുകൾ വെച്ച് നോക്കുന്ന സമയത്ത് എക്കോവോൾട്ട് 1550 കുറച്ച് സൈസ് കൂടുതലാണ്, അതുപോലെ വെയിറ്റും കൂടുതലാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇതാണ് എക്കോവോൾട്ടിൻ്റെ 1050 എന്ന് പറഞ്ഞ ഇൻവെർട്ടർ. ഇത് 1550 എന്ന ഇൻവെർട്ടർ. സൈസിൽ തന്നെ വേരിയേഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. 1550 കുറച്ച് ബിഗ്ഗർ സൈസാണ്. നമുക്ക് ഏതായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. പ്രൊഡക്റ്റ് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല ടഫ് പാക്കിംഗ് ആണ്. ലൂമിനസിൻ്റെ പ്രത്യേകത ഇതാണ്, നല്ല തിക്നെസ് ഉള്ള പാക്കിംഗ് ആണ്. ഡാമേജ് ആവാനുള്ള ചാൻസ് കുറവാണ്. വാറണ്ടി കാർഡ് മുകളിൽ കാണുന്നത് വാറണ്ടി കാർഡ്. 2 ഇയർ ആണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. 24 മന്ത് ഓൺ സൈറ്റ് സർവീസ് വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അതിലുണ്ട്. നല്ല സ്ട്രോങ് തെർമോക്കോളാണ്. നമുക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതാണ് എൻ്റെ ഫ്രണ്ട് പാനൽ. ഇത് ഒരു സ്റ്റൈലൻ ഫ്രണ്ട് പാനലാണ്. LED ഡിസ്പ്ലേ ആണ്. 1 2 3 4 5 6 LED ഉള്ള ഒരു നല്ല ഡീറ്റെയിൽ ആയൊരു ഡിസ്പ്ലേ ആണ്. ഓരോന്നിനും സെപ്പറേറ്റ് ഇൻഡിക്കേഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡും കൂടെ ഒന്ന് കാണാം. ഇതാണ് എൻ്റെ ബാക്ക് പാനൽ വരുന്നത്. നമുക്ക് MCB സർക്യൂട്ട് ബ്രേക്കർ ഇൻക്ലൂഡാണ്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. MCB സർക്യൂട്ട് ബ്രേക്കർ ഇൻക്ലൂഡാണ്. ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും വന്നാൽ ഒരു ട്രിപ്പായി കിട്ടും. അതുപോലെ ബ്രേക്കർ 16 ആംപിയറിൻ്റെ 16 ആംപിയറിൻ്റെ പ്ലഗാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഡാമേജ് ആവാനുള്ള ചാൻസ് കുറവാണ്. നല്ല ലെങ്ത്തുള്ള കേബിളാണ്. DC കേബിൾ നല്ല അത്യാവശ്യം ലെങ്ത്തുണ്ട്. അതുപോലെ ഇതിൻ്റെ സെലക്ഷൻ സ്വിച്ചുകൾ ഒരു സെപ്പറേറ്റ് ഭാഗത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. UPS ഇൻവെർട്ടർ മോഡ്, അതുപോലെ ബാറ്ററിയുടെ ചാർജിങ് സെലക്ഷൻ മോഡുകൾ, ബാറ്ററി സെലക്ഷൻ മോഡുകൾ, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മളൊരു അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്ത് തരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു വീഡിയോ നമ്മൾ വരാൻ പോകുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പവർ റേറ്റിംഗ് ഉള്ള സ്റ്റിക്കേഴ്സൊക്കെ പുറകിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പവേഴ്സ് എന്തൊക്കെ എത്ര യൂസ് ചെയ്യാമെന്നില്ല ഇത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1200 വാട്ട്സാണ് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റിയ കപ്പാസിറ്റി. 1400 VA ആണ് ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഏതായാലും നമുക്കൊന്ന് ബാറ്ററി കണക്ട് ചെയ്ത് സിസ്റ്റം ഒന്ന് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയൊരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുന്നത് 26Ah ചെറിയൊരു SMF ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഡിസ്പ്ലേ സ്വിച്ച് ഓൺ ആയിരുന്നു. പിന്നെ ഇത് 1550. ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് LED ബൾബുകളാണ്. 6 LED ബൾബുകളാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓരോന്നിനും സെപ്പറേറ്റായി ഈസിയായി മനസ്സിലാവുന്ന രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഓൺ ഓഫ് സ്വിച്ച് ഓൺ ചെയ്തു. ഇതിപ്പം UPS എക്കോ ഇൻഡിക്കേഷനാണ് കാണിക്കുക. മൂന്നാമത്തെ ഇൻഡിക്കേഷൻ എക്കോ, അതായത് ഇൻവെർട്ടർ സ്വിച്ച് ഓണിലാണെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ എക്കോ എന്നുള്ള ഇൻഡിക്കേഷനെ കാണിക്കുക. എക്കോ
പിന്നെ UPS മോഡ്. നമുക്കിതിൽ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് ഇങ്ങനെയുള്ള സെൻസിറ്റീവ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് പുറകിലായിട്ട് നമുക്കൊരു സ്വിച്ച് കമ്പനി കൊടുത്തിട്ടുണ്ട്. റെഗുലേറ്റഡ്, അൺറെഗുലേറ്റഡ് എന്നില്ല, 2 സ്വിച്ചാണ്. നമുക്ക് റെഗുലേറ്റഡ് എന്ന് പറയുന്നത് ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് മോഡും, അൺറെഗുലേറ്റഡ് എന്ന് പറയുന്നത് ഇൻവെർട്ടർ മോഡും. ഇപ്പോൾ നമ്മൾ റെഗുലേറ്റഡ് എന്നുള്ള മോഡിലേക്ക് ചേഞ്ച് ചെയ്ത സമയത്ത് ഇൻഡിക്കേഷൻ എക്കോ എന്നൊരു ഇൻഡിക്കേഷൻ മാറി ലാപ്ടോപ്പ് മോഡ് ഓൺ ആയിട്ടേ ഉള്ളത്. ഇത് UPS മോഡാണ്. സെൻസിറ്റീവ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഈ മോഡിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഈ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് 195 കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ മോഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ല എങ്കിൽ കറണ്ട് ഉണ്ടെങ്കിലും ഇൻവെർട്ടർ മെയിൻസ് എടുക്കാതെ ബാറ്ററി മോഡിൽ തന്നെ വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ മെയിൻസ് കൂടി കൊടുത്തു. മെയിൻസ് കൊടുത്ത സമയത്ത് മെയിൻസ് ഓൺ എന്നതിൽ ഇൻഡിക്കേഷൻ വന്നു. അതോടൊന്നിച്ച് ചാർജിങ് എന്നതിൽ ഇൻഡിക്കേഷൻ വന്നു. സ്വിച്ച് നമ്മളിപ്പോൾ ഓഫ് ചെയ്തു. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചാർജിങ് ഇൻഡിക്കേഷൻ ഓഫ് ആവുന്നില്ല. അത് സ്വിച്ചും ചാർജിങ്ങും തമ്മിൽ ബന്ധം വരുന്നില്ല. എവിടെയെങ്കിലും വീട് അടിച്ച് ഒരാഴ്ചയൊക്കെ ടൂർ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെർട്ടർ ഓഫ് ചെയ്തിട്ടാണല്ലോ പോകാറ്. അങ്ങനെയുള്ള സമയത്ത് ചാർജിങ് ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായി നടക്കും. പിന്നെ അതുപോലെ ലോ ബാറ്ററി വാണിംഗ്, ഓവർലോഡിങ് വാണിംഗ് രണ്ടും നമുക്കിതിൽ സെപ്പറേറ്റ് ഇൻഡിക്കേറ്ററാണ്. ഓവർലോഡ് വന്നാൽ ഓവർലോഡ് വാണിംഗ് തരും, ലോ ബാറ്ററി വന്നാൽ ലോ ബാറ്ററി വാണിംഗ് തരും. 1200 വാട്ട്സാണ് ഇതിൻ്റെ ഓവർലോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 1200 വാട്ട്സിന് മുകളിൽ എക്യുപ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഓവർലോഡ് വരാം. അതുപോലെ പുറകിൽ MCB സ്വിച്ചാണിത്. എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് MCB ട്രിപ്പ് ചെയ്ത് സേഫായി തരുന്നതാണ്. MCB ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ, കറണ്ട് ഉള്ള സമയത്ത് MCB ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ മെയിൻസ് ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യില്ല. UPS ബാക്കപ്പ് മോഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ബ്രേക്കർ ഓഫ്, കറണ്ടുണ്ട് പക്ഷേ ഇൻഡിക്കേഷൻ കാണിക്കുന്നില്ല, മെയിൻസ് കാണിക്കുന്നില്ലെങ്കിൽ പുറകിൽ ബ്രേക്കർ ചെക്ക് ചെയ്യും. നമ്മൾ ബ്രേക്കർ ഓൺ ചെയ്തു, UPS ചാർജർ ഓണും മെയിൻസ് ഓൺ ഇൻഡിക്കേഷൻ വന്നു. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ ഞങ്ങൾ പറഞ്ഞല്ലോ. അതായത് 1050 എന്നുള്ള ഇൻവെർട്ടറിൻ്റെ 900 VA ഉള്ള മോഡലാണ് ഇത്. അതിനേക്കാളും വാട്ട്സ് കൂടി 1450 VA, അതായത് സിംഗിൾ ബാറ്ററി തന്നെ 1200 വാട്ട്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണല്ലോ ഇത്. ഇതിന് ഈക്വലൻ്റായ വേറൊരു ഇൻവെർട്ടറാണ് എച്ച്സൈഡിൻ്റെ 1450 GQP എന്ന് പറയുന്ന ഇൻവെർട്ടർ. ജസ്റ്റ് ലുക്ക് കാണിച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്, അടുത്ത് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് എച്ച്സൈഡിൻ്റെ 1450 GQP ഇൻവെർട്ടർ. ഇന്ത്യയിൽ അവൈലബിൾ ആയ ഏറ്റവും പവർ കൂടിയ 2 ഇൻവെർട്ടറാണ് ഇത് രണ്ടും, എച്ച്സൈഡ് GQP 1050, അതുപോലെ നമ്മളുടെ ലൂമിനസ് എക്കോ വോൾട്ട് 1550. അപ്പോൾ ഏതായാലും പ്രൊഡക്റ്റ് നമ്മൾ നേരിട്ട് കണ്ട് ഡീറ്റെയിൽസൊക്കെ നമ്മൾ മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലുപരി നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നു. ഏതെല്ലാം കസ്റ്റമേഴ്സിന് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഭംഗിയായിട്ട് യൂസ് ചെയ്യാം, അതെന്താണ് ഇതിൻ്റെ മെയിൻ യൂസേജ്, അതാണ് ഈ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ യൂസേജ് എന്താണെന്ന് പറഞ്ഞാൽ, സിംഗിൾ ബാറ്ററി തന്നെ 1200 വാട്ട്സ് പവർ യൂസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മെയിൻ യൂസേജ്. ആർക്കൊക്കെ ഉപകാരപ്പെടും. നമ്മളിപ്പോൾ ഒരു ഓഫീസ് പർപ്പസിനാണ് ഈ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ലേസർ പ്രിൻ്റർ, ഒരു 3.5 ആംപിയർ വരെ ലോഡ് എടുക്കുന്ന ലേസർ പ്രിൻ്റർ നമുക്ക് ഈ ഇൻവെർട്ടറിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യിക്കാം. അതേ സമയത്ത് ഒരു കമ്പ്യൂട്ടറോ അനുബന്ധ ലാപ്ടോപ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാം. സാധാരണ സിംഗിൾ ബാറ്ററി ഇൻവെർട്ടർ 900 വാട്ട്സ് വരെയാണ് യൂസ് ചെയ്യാൻ പറ്റുക. അതിന് മുകളിൽ ഇൻവെർട്ടറുകൾ ഉണ്ടാവാം, ബ്രാൻഡഡ് ഇൻവെർട്ടറുകളൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പർപ്പസിന് നമുക്ക് ഈ ഇൻവെർട്ടർ സൂട്ടബിളാണ്, 100% സൂട്ടബിളാണ്. ലേസർ പ്രിൻ്ററൊക്കെ ഈസി ആയിട്ട് വർക്ക് ചെയ്യുക. ഡബിൾ ബാറ്ററിയിലേക്ക് പോകാതെ തന്നെ നമുക്ക് ലേസർ പ്രിൻ്ററൊക്കെ വർക്ക് ചെയ്യുക. അതുപോലെ ഇപ്പം നമുക്ക് ഒരു വീട്ടിൽ ആവശ്യത്തിന് ഈ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നെങ്കിൽ നമുക്കൊരു അയൺ ബോക്സ് 800 900 വാട്ട്സ് വരെയുള്ള അയൺ ബോക്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ റൺ ചെയ്യിക്കാം. ഒരു എക്സിക്യൂട്ടീവ്സ് ടൈപ്പ് ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അയൺ ചെയ്യാതെ പുറത്തിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഇൻവെർട്ടർ കുറച്ച് ഉപകാരപ്പെടും. നമുക്കൊരു അയൺ ബോക്സ് കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യിക്കാം. പിന്നെ ഒരു പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മിക്ക വീടുകളിലും നമ്മൾ മിക്സികളൊക്കെ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് 1000 വാട്ട്സ് നിയർ ബൈ പവർ ഉപയോഗിക്കുന്ന മിക്സികളാണ് പർച്ചേസ് ചെയ്യുന്നത്. മുമ്പൊക്കെ 800 750 വാട്ട്സിൻ്റെ മിക്സികളൊക്കെയാണ് മാർക്കറ്റിൽ അവൈലബിൾ. പക്ഷേ ഇപ്പോൾ മിക്ക പ്രീതി, സുജാത പോലുള്ള ബ്രാൻഡുകളൊക്കെ 1000 വാട്ട്സിൻ്റെ കുറച്ച് പവർ കൂടിയ മിക്സികളാണ് മാർക്കറ്റിൽ ഇപ്പോൾ പുതിയതായിട്ട് ലഭ്യമായി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മിക്സികൾ നമ്മൾ സിംഗിൾ ബാറ്ററി ട്രഡീഷണലായ 900 വാട്ട്സ് വരെ യൂസ് ചെയ്യുന്ന, അതായത് ലൂമിനസ് 1050, 1100, അതുപോലെ മൈക്രോടെക് 1200, 1100 ഒക്കെയുള്ള ഇൻവെർട്ടറുകളിൽ ഇത് വർക്ക് ചെയ്യിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളായിരിക്കും. എല്ലാ മിക്സികൾക്കും ഇല്ല, ഈ സുജാത, പ്രീതി പോലുള്ള 1000 വാട്ട്സ് എബോവ് ഉള്ള മിക്സികളിൽ.
അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ ഇൻവെർട്ടർ തീർച്ചയായും ഉപകാരപ്പെടും. കാരണം ഇതിൽ 1200 വാട്ട്സാണ് ഇതിൻ്റെ ഓവർലോഡ് കട്ട് ഓഫ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മിക്സികളൊക്കെ ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് സിംഗിൾ ബാറ്ററി ഇൻവെർട്ടറാണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഇൻവെർട്ടർ ധൈര്യമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലൊരു കേസ് വന്നാൽ ഇതിലിപ്പോൾ 1200 വാട്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പർപ്പസ് ഇപ്പോൾ ഒരു 5-6 ബെഡ്റൂമിലെ വീടുകളിൽ ഈ ഇൻവെർട്ടർ ഒരിക്കലും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റാകില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 6 ബെഡ്റൂമും ഒരേ സമയത്ത് ഉപയോഗിക്കുന്ന വീടുകളൊക്കെ ആണെങ്കിൽ ഡബിൾ ബാറ്ററി ഇൻവെർട്ടർ ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത്തരം വലിയ വീടുകൾ എന്തുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കാൻ സജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ 6 ബെഡ്റൂമിലൊരു വീടൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ലോഡുകളുണ്ടാവും. അതായത് 6 ഫാന്, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ ഒരിക്കലും നമുക്കിത് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വർക്ക് ചെയ്യും പക്ഷേ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് പറഞ്ഞാൽ സിംഗിൾ ബാറ്ററിയിൽ നമുക്കൊരു 200 AH 220 AH വരെയുള്ള ബാറ്ററിയാണ് നമുക്ക് മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്തരം ബാറ്ററികളിൽ നമുക്ക് ഈ 6 ഫാനോ 7 ഫാനൊക്കെ യൂസ് ചെയ്യുമ്പം ഇതിൽ വർക്ക് ചെയ്യും, പക്ഷേ നമുക്ക് എക്സാക്റ്റ് ബാക്കപ്പ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഡബിൾ ബാറ്ററി ഇൻവെർട്ടറിലേക്ക് മാറുന്നതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ എവിടെയൊക്കെ ഇത് യൂസ് ചെയ്യാം, ഇപ്പോൾ ഒരു 4 ബെഡ്റൂം ഉപയോഗിക്കുന്ന വീട്, അവർക്ക് ഒരു ഹെവി പവറിലെ മിക്സി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇൻവെർട്ടർ എക്സാക്ട്ലി സൂട്ടബിളാണ്. അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അതായത് ഒരു വട്ടം കൂടി നമ്മൾ പറഞ്ഞുതരാം. അതായത് അയൺ ബോക്സ് 800 വാട്ട്സ് വരെയുള്ള അയൺ ബോക്സ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് 800 വാട്ട്സ് ലിമിറ്റ് വെക്കാൻ കാരണം അയൺ ബോക്സ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കറണ്ട് കൂടുതലെടുക്കും. അപ്പോൾ നമ്മൾ 200 വാട്ട്സിലെ അയൺ ബോക്സ് 800 വാട്ട്സ് വരെയുള്ള അയൺ ബോക്സ്, ഒരു 1000 വാട്ട്സ് വരെയുള്ള മിക്സി, അതുപോലെ നമുക്ക് ലേസർ പ്രിൻ്റർ 3.5 ആംപിയർ വരെയുള്ള ലേസർ പ്രിൻ്റർ, ഇതൊക്കെയാണ് നമുക്കിതിൽ കൂടുതലായിട്ട് സാധാരണ ഇൻവെർട്ടറിനെക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഉപകരണങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലൂമിനസ് 1550 എക്കോ വോൾട്ടിൻ്റെ മെയിൻ ഉപയോഗങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ പ്രൊഡക്റ്റുകളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുള്ള വീഡിയോസ് റെഗുലറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മൾ ഈ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓൾ കേരള ഞങ്ങൾ ഡെലിവറി ഇൻസ്റ്റലേഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.